നമസ്കാരം. വി ഡി സതീശൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവല്ല, മുഖ്യമന്ത്രിയാണ്. നിങ്ങളോടല്ല, വി ഡി സതീശനോട് പറഞ്ഞതാണ്. എബ്രഹാം ലിങ്കൻ ഒരിക്കൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾക്ക് കുറച്ചുപേരെ എപ്പോഴും വിഡ്ഢികളാക്കാം, എല്ലാവരെയും കുറച്ചു കാലം വിഡ്ഢികളാക്കാം, എന്നാൽ എല്ലാവരെയും എപ്പോഴും വിഡ്ഢികളാക്കാൻ കഴിയില്ല എന്ന്. നമ്മുടെ വി ഡി സതീശൻ ഇന്നലത്തെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ നുണകൾ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എബ്രഹാം ലിങ്കന്റെ ഈ വാക്കുകളാണ്. നമുക്ക് ആദ്യം തന്നെ ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞ ഒരു നുണ ആദ്യം കേൾക്കാം. മുഖ്യമന്ത്രിയുടെ മുഖം വെച്ചിട്ട് അടിയിൽ വേറെ വളരെ നെയ്ക്കഡായിരിക്കുന്ന ഒരു പുരുഷൻ്റെ ശരീരഭാഗങ്ങൾ ചേർത്തിട്ടൊരു പടം ഇട്ടിരിക്കുക. ആ ആള് സർവീസിൽ 2 ദിവസം റിട്ടയർ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾക്കെതിരെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നാളെ നിങ്ങളുടെയൊക്കെ പടമായിരിക്കും വരാൻ പോകുന്നത്, നിങ്ങളുടെയൊക്കെ പടം. വിരമിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കിയ ഒരു സർക്കാർ സ്കൂളിലെ പ്രിൻസിപ്പലിനെയാണ് ഇദ്ദേഹം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് കാരണം? മുഖ്യമന്ത്രി വിമർശിച്ചു എന്നുള്ളതാണ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും, ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കേണ്ടതായിരുന്നില്ലേ എന്ന് തോന്നും. ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി എങ്ങനെയാണ് തല്ലിക്കൊല്ലേണ്ടതെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിലൂടെ നമ്മളെ കാണിച്ചു തന്നത്. അശ്ലീല പോസ്റ്റ് ആണോ ഇന്നലെ സത്യത്തിൽ ആ പ്രിൻസിപ്പൽ ഇട്ടത്? അല്ല എന്നുള്ളതാണ്. പക്ഷേ ആ രീതിയിലേക്ക് ഇത് മാറ്റുന്നു എന്നുള്ളതാണ്. KSRTC ജീവനക്കാരനെതിരെ എടുത്ത നടപടി എടുക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാനും കണ്ടിരുന്നു. തീർച്ചയായിട്ടും അതൊരു അശ്ലീല പോസ്റ്റ് തന്നെയാണ്. പക്ഷേ പ്രിൻസിപ്പലിന്റെ പോസ്റ്റ് അങ്ങനെയല്ല എന്നത് മാത്രമല്ല, മുഖ്യമന്ത്രി ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടേ എന്നും നാളെ നിങ്ങളുടെയൊക്കെ പടം ഇതുപോലെയൊക്കെ വരുമെന്നും ഒക്കെ പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണെന്നറിയൂ? ഈ കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പാണ്. അതായത് ജോ ജോസഫ് സ്ഥാനാർത്ഥിയായി വന്ന തെരഞ്ഞെടുപ്പാണ് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത്. അന്ന് ഡോക്ടർ ജോ ജോസഫിനെതിരെ ഒരു അശ്ലീല വീഡിയോ പ്രചരിക്കുന്നുണ്ട്, ഇല്ലേ? അത് പ്രചരിപ്പിച്ച ശേഷം അത് പമ്പ് ചെയ്യുന്ന ആരാണ്? അത് പമ്പ് ചെയ്തത് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരുമാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനോട് മാധ്യമങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്: ഇത് നെറുകെട്ട രാഷ്ട്രീയമല്ലേ? ഒരു അശ്ലീല വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച് ഒരു സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ നിന്ന് സ്വന്തം പ്രവർത്തകരോടും നേതാക്കളോടും വിട്ടുനിൽക്കണമെന്ന് എന്തുകൊണ്ടാണ് ആഹ്വാനം ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്: ഇത്തരം ഒരു വീഡിയോ ലഭിച്ചാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത് എന്നാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചൊരു മുഖ്യമന്ത്രി ഇന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് കാണുമ്പോൾ രസം തോന്നുകയാണ്. ഇങ്ങനെയൊക്കെ എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു സതീശൻ സാറേ, മുഖ്യമന്ത്രി സാറേ എന്നൊക്കെ ചോദിച്ചു പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽ തന്നെയുള്ള യൂത്ത് കോൺഗ്രസിലെയും നേതാക്കൾ സ്ത്രീകൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഈ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിനെതിരെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ള വി ഡി സതീശന്റെ തന്നെ പെറ്റായിട്ടുള്ള, വി ഡി സതീശൻ മകളെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള റിനിയൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള അതിക്രമങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? റിനിയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള മോശമായിട്ടുള്ള പല ആക്രമണങ്ങൾക്കാണ് വിധേയമായിട്ടുള്ളത്. മാത്രമല്ല, സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്നപ്പോൾ കൂവി വിളിച്ചല്ലേ ആ റിനിയെ അപകീർത്തിപ്പെടുത്തി അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്? റിനി മാത്രമോ? എന്തിന്? സ്വന്തം പാർട്ടിയിലുള്ള താഴെ അടക്കമുള്ള ആളുകൾക്കെതിരെ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സമീപനം സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ പാർട്ടിയിലെ ആളുകൾ ഏതൊക്കെ മോശമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അതിലേക്കൊന്നും കൂടുതലൊന്നും പോകുന്നില്ല. എന്തായാലും പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ജഡ്ജി S. സുദീപ് ഫേസ്ബുക്കിൽ വി ഡി സതീശനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം, അതൊന്ന് എല്ലാവരും കാണേണ്ടതാണ്. വി ഡി സതീശന്റെ തലയും പൂച്ചയുടെ നഗ്ന ശരീരവുമാണ് സതീശൻ എന്ന് പറഞ്ഞ പോസ്റ്റ്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഷെയർ ചെയ്തതിന് വിരമിക്കാൻ 2 ദിവസം മാത്രമുള്ള ഒരു സർക്കാർ സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത കാര്യം എന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടിയാണ് സതീശനോട് മാധ്യമ പ്രവർത്തക ചോദിച്ചത്. തന്റെ തലയും അതിന് താഴെ നഗ്ന ശരീരവുമായി പോസ്റ്റിട്ടാൽ നടപടിയെടുക്കേണ്ടേ എന്നായിരുന്നു സതീശന്റെ മറുചോദ്യം. പ്രിൻസിപ്പൽ ഷെയർ ചെയ്ത പോസ്റ്റ് മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കിതിൽ കാണാം. പൂച്ച പെറ്റുകിടക്കുന്നുവെന്ന് സതീശൻ പണ്ടു പറഞ്ഞ സർക്കാർ ഖജനാവിൽ നിന്നും വെറും 2 ദിവസം കൊണ്ട് സതീശൻ സർക്കാർ പ്രഖ്യാപിച്ച 5000-ൽ പരം കോടി രൂപയുടെ കണക്ക് കാണിക്കുന്ന ഒരു കാർഡ് ആരോ പോസ്റ്റ് ചെയ്തതാണ് പ്രിൻസിപ്പൽ പങ്കുവച്ചത്. ആ കാർഡിൽ തൂവെള്ള കുപ്പായവും മടക്കി കുത്താത്ത വേഷ്ടിയും ധരിച്ച് സതീശൻ നഗ്നനായ ഒരു പൂച്ചയെ മടിയിൽ വെച്ചു കിടക്കുന്നു. അതിന്റെ മുഖവും കൈപ്പത്തിയും കാൽപാദവും നഗ്നമാണ്. പൂച്ചയുടെ ശരീരം മൊത്തമായും നഗ്നമാണ്. മനുഷ്യന്റെ മുഖം, കൈപ്പത്തി, പാദം എന്നിവ കേരളത്തിൽ സ്വകാര്യ ഭാഗങ്ങളായി കണക്കാക്കാറില്ല. കന്റോൺമെന്റ് ഹൗസിലെ കാര്യം അറിയില്ല. കേരളത്തിലെ പൂച്ചകൾ ഉടുപ്പിടാറുമില്ല, നഗ്നരാണ്. പറവൂരിലെ കാര്യം അറിയില്ല. സതീശൻ പറഞ്ഞത് സാങ്കേതികമായി ശരിയാണ്. പോസ്റ്റിൽ സതീശന്റെ മുഖവും താഴെ മറ്റൊരാളുടെ നഗ്ന ശരീരവും, ആ മറ്റൊരാൾ പൂച്ചയാണ് എന്നത് സതീശൻ സമർത്ഥമായി മറച്ചുവെച്ചു. ഇതാണ് സതീശൻ. ഫേസ്ബുക്കിൽ പ്രിൻസിപ്പൽ പങ്കുവച്ച കാർഡ് കാണാത്ത, സ്മാർട്ട് ഫോൺ ഇല്ലാത്ത, സമൂഹ മാധ്യമങ്ങളിൽ ഇല്ലാത്ത ജനം സതീശനെ വിശ്വസിക്കും. മുഖ്യമന്ത്രി അല്ലേ, അതും പൂക്കി മുഖ്യൻ. പ്രിൻസിപ്പൽ പങ്കുവച്ച
പോസ്റ്റിലുള്ളതെല്ലാം വസ്തുതകളാണ്. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവെന്ന് സതീശൻ പറഞ്ഞതും അതേ ഖജനാവിൽ നിന്ന് വെറും 2 ദിവസം കൊണ്ട് സതീശൻ സർക്കാർ 5000 കോടിക്ക് മുകളിൽ ചിലവുകൾ പ്രഖ്യാപിച്ചതും വസ്തുതയാണ്. ഒന്നുകൂടി ആ പോസ്റ്റിലുണ്ട്. വി എന്നാൽ വെറും, ഡി എന്നാൽ ഡയലോഗ് എന്നും. പൂച്ചയുടെ നഗ്ന ശരീരത്തെ തന്റെ നഗ്ന ശരീരമായി മാറ്റുന്ന വെറും ഡയലോഗ് വീരനായ സതീശൻ അതിനെയും സാധൂകരിച്ചിരിക്കുന്നു. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞ കുട്ടിയുടെ കഥ പഴയതായി. രാജാവിന്റെ പൂച്ച നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞ പ്രിൻസിപ്പലിനെ രാജാവ് പുറത്താക്കിയതാണ് പുതിയ കഥ. ഇത് അനുവദിച്ചാൽ നാളെ നിങ്ങളുടെ പടം വരുമെന്നായിരുന്നു രാജാവിന്റെ ഇന്നത്തെ ഭീഷണി. ആട്ടെ രാജാവേ, പണ്ട് പറവൂരിൽ നിന്ന് ചില കമന്റുകൾ വന്നത് ഓർമ്മയുണ്ടോ? അതിൽ പൂച്ചയല്ലായിരുന്നു, വേറെ പൂവായിരുന്നു. തന്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തെന്നും താൻ പോലീസിൽ പരാതിപ്പെട്ടെന്നും നടപടി ഉണ്ടായില്ലെന്നും ആ പൂമാൻ അവകാശപ്പെട്ടിരുന്നു. രാജാവേ, അങ്ങിപ്പോൾ രാജാവായല്ലോ. പറവൂരുകാരൻ നൽകി എന്ന് പറയുന്ന പരാതിയുടെ വിശദാംശങ്ങളും അതിൽ അങ്ങയുടെ പോലീസ് എടുത്ത നടപടികളും പുറത്തു വിടാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നു. പറ്റുമോ രാജാവേ? പറ്റില്ല അല്ലേ? അപ്പോൾ പ്രിൻസിപ്പൽ രാജാവിനെ കുറിച്ച് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. വി ഫോർ വെറും, ഡി ഫോർ ഡയലോഗ്. എന്നെ കൂടി ഒന്ന് സസ്പെൻഡ് ചെയ്യേ രാജാവേ എന്നാണ് മുൻ ജഡ്ജി എന്ന് ആലോചിക്കണം ഈ സതീശനെതിരെ ഇട്ടിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ കല്ലുവച്ച നുണകൾ പറയുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതും? താങ്കൾ ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവല്ല, മുഖ്യമന്ത്രിയാണ് എന്നൊന്ന് ഇനിയെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ആ പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് പറഞ്ഞതുപോലുള്ള നുണകൾ മുഖ്യമന്ത്രി സീറ്റിൽ ഇരുന്ന് താങ്കൾ ആവർത്തിക്കുകയാണ്. ജനങ്ങൾക്ക് വിവരമുണ്ട്, മണ്ടന്മാരല്ല, അവർ പ്രതികരിക്കുകയാണ്, അവർ താങ്കളുടെ നുണകൾ എടുത്തു കാണിക്കുകയാണ്, താങ്കളുടെ തനി സ്വഭാവം തുറന്നു കാട്ടുകയാണ്. ഇവിടെ താങ്കൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിമർശിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുകയല്ല, സത്യങ്ങൾ മാത്രം പറയുക, എഴുന്നള്ളിക്കുക എന്നുള്ളതാണ്. ഇത് താങ്കളുടെ പരാജയമാണ്. താങ്കൾ ഒരു പരാജിതനായിട്ടുള്ള മുഖ്യമന്ത്രിയാണെന്ന് തുടക്കം തന്നെ കാണിച്ചു തരികയാണ്. ഒരു മുൻ ജഡ്ജിക്ക് പോലും അങ്ങേ വിമർശിച്ച് പോസ്റ്റ് ഇടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ പാടില്ല, രാജാവിനെതിരെ ശബ്ദമുയർത്താൻ പാടില്ല എന്ന രീതിയിലുള്ള പ്രതീതിയാണ് സതീശൻ സ്വീകരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കും താഴെയാണ് താങ്കൾ എന്ന് മനസ്സിലാക്കുക. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഞങ്ങളുടെ പണിക്കാരനാണ്, അല്ലാതെ നിങ്ങളുടെ പണിക്കാരനല്ല ഞങ്ങൾ എന്ന് ഒരു ബോധ്യം ഈ വടശ്ശേരി ദാമോദര മേനോൻ സതീശന് ഉണ്ടാകേണ്ടതുണ്ട്. ഇനി മറ്റൊരു നുണ കൂടി പറയുന്നുണ്ട്. ഈ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പിണറായി വിജയനെയും ഇടതുപക്ഷത്തിനെയും പൂട്ടാൻ വേണ്ടി ഈ ഇ ഡി വി ഡി കളി അവിടെ നടന്നപ്പോൾ അവിടെ കൂടി നിന്ന സഖാക്കൾ തങ്ങളുടെ വികാരം, തങ്ങളുടെ ആ ഒരു ഈ ഇ ഡിക്കെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അവിടെ പല വാഹനങ്ങളും ഒക്കെ ഈ പറയുന്ന സഖാക്കൾക്കിടയിലേക്ക് ഇറങ്ങി വരികയും സ്വാഭാവികമായിട്ടും അവർ അവരുടെ പ്രതിഷേധം പല രീതിയിൽ രേഖപ്പെടുത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഒരു ആക്രമണം അവിടെ ഉണ്ടായത് എങ്ങനെയാണ്? അങ്ങനെ ഒരു ആക്രമണം ഉടലെടുക്കാനുള്ള കാരണം ഉണ്ടാക്കിയെടുത്തത് പോലീസാണ്. അങ്ങനെ പിണറായി വിജയൻ ഒരു വികാരമാണെന്നറിയാം, ഇടതുപക്ഷം ഒരു വികാരമാണെന്നറിയാം. അങ്ങനെ വിളിച്ചിട്ട് പോലും വരാത്ത, ഇത് അറിഞ്ഞു വന്ന ഒരു പറ്റം സഖാക്കൾക്കിടയിലേക്ക് ഈ ഇ ഡി ഉദ്യോഗസ്ഥരെ ഇറക്കി വിടുകയാണ് ചെന്നിത്തലയുടെ പോലീസ്. സ്വാഭാവികമായിട്ടും ആക്രമിക്കപ്പെടുമെന്ന് പോലീസിന് അറിയാം. വേണ്ടത്ര ഫോഴ്സ് ഇല്ലാതെ ഇവരെ ഇറക്കി വിടുന്നു. അങ്ങനെ ഇത് ശരിക്കും യു ഡി എഫ് സർക്കാരിന്റെ ഒരു സ്പോൺസേഡ് ഒരു എന്താ പറയാ സംഘർഷം ഉണ്ടാക്കലായിരുന്നു എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. അങ്ങനെ അവരുടെ ഇടയിലേക്ക് ഇറക്കി വിടുന്നു. ഇവരെ ആക്രമിക്കുമ്പോഴും പോലീസ് തടയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ വിഷയത്തെ പറ്റിയും ഈ ഇത്തരത്തിൽ ആ പ്രതിഷേധം രേഖപ്പെടുത്തിയ ആളുകളെയൊക്കെ ഇപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോ ആ വിഷയത്തില് ഈ പറയുന്ന വി ഡി സതീശന്റെ പ്രതികരണം രേഖപ്പെടുത്തുകയാണ്. അവർക്ക് കർശന നടപടി ഉണ്ടാവും. ഞങ്ങൾ രാഹുൽ ഗാന്ധിയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോ ഒന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. ആ രണ്ടാമത്തെ നുണ കൂടി ഒന്ന് കണ്ടോളൂ. അതിന്റെ സത്യാവസ്ഥ കൂടി ഞാനൊന്ന് പറയാം. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധിക്കെതിരായി കേസ് വന്നപ്പോ അന്വേഷിക്കാൻ വന്ന ആളുകളുടെ വാഹനം കോൺഗ്രസ്സുകാരെ വിട്ട് തല്ലിപ്പൊളിക്കുകയാണോ ചെയ്ത്? അല്ല, അദ്ദേഹം 55 മണിക്കൂർ തുടർച്ചയായിരുന്നു. സത്യത്തിൽ ഇ ഡി നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തപ്പോൾ ഇവരൊക്കെ മിണുങ്ങസ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ ഈ വി ഡി സതീശൻ ഈയിടെയായിട്ട് മുഖ്യമന്ത്രിയായ ശേഷം ചെറിയൊരു മറവിയുടെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, അറിയാമോ, നമ്മുടെ മറ്റേ സാധനം മേടിച്ച് കഴിച്ചാൽ മതി. ഏത് വലിയ ചന്ദ്രനാഥി എന്നാ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതായത് ഇ ഡി ചോദ്യം ചെയ്തതിനെതിരെ രാജ്യവ്യാപകമായി കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. സതീശ രാഷ്ട്രീയ പ്രതികാര നടപടിയാണെന്ന് ആരോപിച്ചായിരുന്നു അന്ന് ഈ സമരങ്ങളൊക്കെയും. ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ പലയിടത്തും പോലീസും കോൺഗ്രസ് പ്രവർത്തകരും വലിയ രീതിയിലുള്ള സംഘർഷത്തിൽ ഏർപ്പെടുന്ന കാഴ്ചയും ഒക്കെ നമ്മൾ രാജ്യത്തിലുടനീളം കണ്ടു. എടുത്തു പറയാൻ പറ്റുമോ എന്നല്ലേ? പറയാമല്ലോ. ഹൈദരാബാദ്, അതായത് തെലങ്കാന, ഇ ഡി ഓഫീസ് ഉപരോധിക്കാനുള്ള കോൺഗ്രസിന്റെ ചലോ രാജ്ഭവൻ മാർച്ചിൽ വലിയ രീതിയിലുള്ള അക്രമമാണ് അന്ന് അരങ്ങേറിയത്. പ്രകടനത്തിനിടയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു ഇരുചക്ര വാഹനം, ഒരു 2 വീലർ സമരക്കാർ തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു സർക്കാർ KSRTC ബസ്സിന് മുകളിൽ കയറി പ്രതിഷേധിച്ച സമരക്കാർ ബസിന്റെ ജനൽ ചില്ലുകൾ അടിച്ച് തകർത്ത് വലിയ ഭീകര അന്തരീക്ഷം അവർ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. തുടർന്ന്
പോലീസ് ലാത്തിച്ചാർജും കണ്ണീർ വാതകവും ഒക്കെ പ്രയോഗിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. അതുപോലെ തന്നെ ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ആസ്ഥാനമായിട്ടുള്ള AICC ഓഫീസിന് പരിസരത്തും രാജ്ഭവന് മുന്നിലും ദിവസങ്ങളോളമാണ് ഇവർ സംഘർഷാവസ്ഥ ഉണ്ടാക്കിയത്. അതും ആരും പറഞ്ഞിട്ടില്ല. അന്ന് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ തല്ലി തകർത്ത് അവിടെ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ബംഗളൂരു, കർണാടകയില് കോടതി ഉത്തരവ് ലംഘിച്ചായിരുന്നു രാജ്ഭവനിലേക്ക് മാർച്ച് ഇവർ നടത്തിയത്. എന്നിട്ട് ആ മാർച്ചിൽ പോലീസുമായിട്ട് കടുത്ത ഒരു സംഘർഷമാണ് ഉണ്ടായത്. ട്രാഫിക് പൂർണ്ണമായി ഒന്ന് തടസ്സപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. KSRTC ബസ്സുകൾ ആക്രമിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതൊക്കെ നടത്തിയതിന്റെ പേരിൽ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളെയും വന്ന് പോലീസ് എടുത്ത് അകത്തിരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അസമിലെ ഗുവാഹത്തിയിൽ ED ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വലയങ്ങൾ ഭേദിക്കാൻ ശ്രമിച്ചതും സംഘർഷം ഉണ്ടാക്കിയതും ഒക്കെ നമ്മൾ മറന്നിട്ടില്ല. പോലീസുകാരെ തള്ളി മാറ്റാനും ബാരിക്കേഡുകളൊക്കെ തല്ലി തകർക്കാനും ഒക്കെ ശ്രമിച്ച കാഴ്ചയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴാണ് സതീശൻ പറയുന്നത്, ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയും ഒക്കെ ED ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞത്. എന്തായാലും കലക്കുന്നുണ്ട് മുഖ്യമന്ത്രി നുണകൾ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.